രാവിലെ തന്നെ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. എല്ലാവരും ഞായറാഴ്ച അവധിയുടെ ആലസ്യത്തിൽ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലേ. അവധിയുടെ ആലസ്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പിള്ളേർക്ക് പരീക്ഷ കഴിഞ്ഞ് അവധി ദിവസമാണ്. അപ്പം പൊതുവെ എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു സിനിമയൊക്കെ കണ്ടാലോ എന്ന് വിചാരിക്കാം. പ്രത്യേകിച്ച് കുട്ടികളുടെ പരീക്ഷയൊക്കെ കഴിയുമ്പം ഒരു സിനിമ നിശ്ചയമായിട്ടും കാണും. അതുതന്നെയാണ് ഇന്നലത്തെ വൈകുന്നേരത്തെ ട്രെൻഡിങ്ങിൽ എമ്പുരാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. കാരണം 30,000 ടിക്കറ്റ് ഒരു മണിക്കൂർ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കൊന്ന് ആദ്യ ദിനം പോലും ഇങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടിട്ടില്ല. അത് നമ്മൾ ഇന്നലെ വൈകുന്നേരം വീഡിയോ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ ട്രെൻഡ് തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതിരാവിലെ തന്നെ നമ്മൾ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കിയപ്പോൾ 4,000 ടിക്കറ്റ് മണിക്കൂർ വിട്ടു പോകുന്നു എന്നുള്ളത് അതിരാവിലെ തന്നെ. അല്പം കൂടെ കഴിയുമ്പം ഇന്നലത്തെ പോലെ തന്നെ ചിലപ്പോൾ ഇന്നലത്തേനും മുകളിലേക്കുള്ള ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കാരണം പലരും പല രീതിയിൽ വാർത്താമാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്ത വിഷയമാണിത്. എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുന്നു? കാരണം വ്യാഴാഴ്ച റിലീസ് ചെയ്തു, വെള്ളിയാഴ്ച ആയപ്പോൾ ഇച്ചിരി ഡിമ്മായി. അത് സാധാരണയാണ്. അപ്പോൾ ഒരു 15,000 20,000 ടിക്കറ്റ് കൂടുതൽ വിൽക്കുന്നില്ലായിരുന്നു. 18,000 ലെവലാക്കിയായിരുന്നു. 20,000 ചിലപ്പോൾ സമയത്ത് ടച്ച് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ ഇന്നലെ ഒറ്റ നിമിഷം കൊണ്ട് ഇത് 30,000 മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് മണിക്കൂറുകളോട് നീണ്ടു വന്നു. 28,000 29,000 30,000 ആ റേഞ്ചിൽ തന്നെ. അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമാണ്. അത് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ സംസാരിക്കുന്നതാണ്. അവരവസാനം കണ്ടെത്തിയത് ഈ കട്ടിങ്ങിന് മുമ്പ് ഏതൊക്കെയോ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു എന്ന് പറയും. അതിനു മുമ്പ് എല്ലാവരും കൂട്ടത്തോടെ തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള താല്പര്യം കൊണ്ടാണ് ഇത്രയും കളക്ഷൻ കൂടിയത് എന്ന് പറയും. ഏതായാലും ഇന്നത്തെ ആ ബുക്കിങ്, ഇന്നത്തെ അഡ്വാൻസ് ബുക്കിങ്ങിലും കാണാൻ. കാരണം 8,20,00,000 രൂപയാണ് ഞായറാഴ്ചത്തെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെ രാത്രി നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരമുള്ളത്. 8,20,00,000 രൂപ. ഞെട്ടിപ്പിക്കുന്നൊരു കണക്ക് തന്നെ അല്ലേ. 8,20,00,000 രൂപ. ഒരു ചിത്രം റിലീസായിട്ട് ഇന്ന് 4ാമത്തെ ദിവസമാണ്. 4ാമത്തെ ദിവസം ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് നേടുന്ന തുകയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണ് 8,20,00,000 രൂപ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കളക്ഷൻ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെ ആയിരിക്കാം. ചിലപ്പം 12 കോടിയിലൊക്കെ ചെന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ലിയോയുടെ ആദ്യ ദിനത്തെ കളക്ഷനിൽ ചെന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 12 കോടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് സിനിമ ഇഷ്ടപ്പെടുന്ന മലയാളിയായ സിനിമ പ്രേമിയെ സംബന്ധിച്ച് ഒരു ഒരു പേടി സ്വപ്നമായിരുന്നു ഈ 12 കോടി. കാരണം ലിയോ എന്ന് പറയുന്ന ഒരു തമിഴ് ചിത്രം കേരളത്തിൽ വന്ന് ഇട്ടിട്ട് പോയതാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുടെ മുമ്പിൽ കൂടെ വന്ന് ഇട്ടിട്ട് കൂളായിട്ട് പോയി. അത് 2023 അന്ന് മുതൽ ഈ 12 കോടി ഓരോ സിനിമ വരുമ്പോഴും മലയാള സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാം അതൊന്ന് തകർക്കണേ എന്ന് ആഗ്രഹിച്ചു. അവസാനം എമ്പുരാനെത്തി, ലാലേട്ടനെത്തി, എല്ലാം തച്ചടച്ച് മറിച്ചിട്ട് എല്ലാം ഉഴുതു മറിച്ച് കളഞ്ഞു എന്നുള്ള പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. ആ രീതിയിലാക്കിയിട്ട് പോയി. എന്നിട്ട് പുതിയ റെക്കോർഡ് ഇട്ടു 15 കോടിക്ക് മുകളിൽ. അത് അല്പം പുളിക്കുമല്ലേ. അപ്പം അതുകൊണ്ടാണ് ഈ 12 കോടിക്കുള്ള പ്രത്യേകത. അപ്പോൾ ഇന്നിത് 12 കോടി കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അഡ്വാൻസ് ബുക്കിംഗ് തന്നെ 8,20,00,000 വന്നതുകൊണ്ട് ഉറപ്പായിട്ടും അത് 10 കോടിക്ക് മുകളിലെത്തും എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ ഇന്നലത്തെ ബുക്കിങ്ങും ഒക്കെ കാണുമ്പം ഇന്നലത്തെ കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ലെങ്കിലും ചിലവരൊക്കെ പറയുന്നത് കേരളത്തിൽ നിന്ന് 9 കോടിക്ക് മുകളിൽ ഇന്നലെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നത്. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ 10 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ട് കണക്കുകൾ കിട്ടട്ടെ. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു 150 കോടിക്കടുത്ത് ടച്ച് ചെയ്തിട്ടുണ്ട് ഈ ചിത്രം എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ കളക്ഷനും കൂടെ ഒരു 50 കോടിക്ക് മുകളിലൊക്കെ ഇന്ന് കണക്കുമെന്ന് തോന്നുന്നു. കാരണം അതുപോലെ ബുക്കിംഗാണ്, കൊടൂര ബുക്കിംഗാണ് ഇന്നലെ കണ്ടത്. ആ ട്രെൻഡ് തന്നെ ഇന്ന് രാവിലെ നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഞായറാഴ്ച ദിവസമാണ്. ഇന്ന് ബുക്കിങ് ഇത്രയും കൊടൂര ബുക്കിംഗ് ഉള്ളത് കൊണ്ട്
50 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 ദിവസം കൊണ്ട് ഈ ചിത്രം 1,80,00,000 എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. 1,80,00,000, 70 തൊട്ട് 80 വരെയുള്ള കണക്കുകളാണ് നമ്മൾ തോന്നുന്നത്. അതിനും മുകളിലേക്ക് നമ്മുടെ കണക്കൂട്ടലിൻ്റെ അതെല്ലാം തെറ്റിച്ചുകൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇന്നുകൊണ്ട് 200 കോടി ടച്ച് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഞാനത് 200 കോടി ഇന്ന് ടച്ച് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. നാളെ രാവിലെ 200 കോടി ടച്ച് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്ന് വൈകിട്ടത്തെ അഡ്വാൻസ് ബുക്കിംഗ് കൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ നാളെ ഒരു പക്ഷേ 200 കോടി ടച്ച് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെട്ടുന്ന 17 ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏകദേശം വ്യാഴാഴ്ച കൂടെ തിയേറ്ററിൽ എത്തത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഭൂരിപക്ഷം ആൾക്കാർ കണ്ടു കഴിയും എന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാകാം. ഈ എന്താ പറഞ്ഞ പല പ്രശ്നം, ഒരു സിനിമയാണ്, കാശ് മുടക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ വിവാദവും ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എല്ലാവരെയും സംബന്ധിച്ച് നല്ലതല്ല. ഈ ഈഗോയും ആ വാശിയൊന്നും പിടിച്ചിരിക്കാൻ പ്രത്യേകിച്ച് നടക്കത്തില്ല. അതുപോലെ ഒരു വലിയ സമൂഹം ഇതിനെതിരായിട്ടൊക്കെ നീങ്ങുന്നു എന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാകാം പൃഥ്വിരാജിൻ്റെ തന്ത്രപരമായ നീക്കം, ഇത് വരച്ച് വെട്ടിക്കളയാം, അത് റീസെൻസർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചത്. അവർക്ക് കൃത്യമായിട്ട് ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണല്ലോ ഓരോന്നും ചെയ്യുന്നത്. ഈ വെട്ടിക്കളയാമെന്ന് പറയുന്നവരും അതൊരു വെട്ടിക്കളയണം എന്ന് പറയുന്നവർക്കും കൃത്യമായിട്ട് അറിയാം ഇത് റീസെൻസറിങ് ഒന്നും പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ല. ആദ്യമേ വെട്ടണം, എഡിറ്റ് ചെയ്തത് വെട്ടണം, അതിന് ശേഷം റീസെൻസറിങ്ങിന് കൊടുക്കണം. 2 ദിവസം അവധിയാണ്, ഇനി ചൊവ്വാഴ്ച മാത്രമേ കൊടുക്കാൻ പറ്റൂ. അപ്പം ബുധനാഴ്ചയെല്ലാം റീസെൻസറിങ് കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ അത് വ്യാഴാഴ്ചയാകും തിയേറ്ററിലെത്താൻ. അപ്പം വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ തിയേറ്ററിൽ എത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ കണക്കിന് ബുക്കിംഗ്, ഇങ്ങനെ കൊടൂര ബുക്കിംഗ് ഈ അവധി ദിവസങ്ങളിൽ വരികയാണെങ്കിൽ ഏകദേശം മലയാള പ്രേമികളെല്ലാം തന്നെ ഈ ചിത്രം വെട്ടി മാറ്റാതെ തന്നെ കണ്ടു കഴിയും എന്നുള്ളതാണ്. അതുതന്നെ ആയിരിക്കും ഒരു തന്ത്രമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ വെട്ടിമാറ്റി ആരെങ്കിലുമൊക്കെ കണ്ടോട്ടെ എന്നുള്ള വിചാരത്തിലാകാം. അപ്പോൾ അപ്പോഴത്തേന് ഈ പണത്തിന് മുടക്കിയ കളക്ഷൻ നേടുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും പ്രയോഗിക്കുന്നത്. ഇത് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികളെ പിണക്കി മുന്നോട്ട് പോകാൻ ബിസിനസ്സുകാർക്കും ഒന്നും കഴിയത്തില്ല. ഇത് ഈഗോയുടെ പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇത് ഒരു ഫോൾഡിൽ തീർത്താൽ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇന്നത്തെ ബുക്കിംഗ് നമ്മൾ നോക്കിക്കഴിയുമ്പം അവധി ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് അല്ലെങ്കിൽ നാളെ 200 കോടി ടച്ച് ചെയ്യും. നാളെ നിശ്ചയമായിട്ട് 200 ടച്ച് ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പാണ്. ഇപ്പം ഈ കളക്ഷനൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നമ്മുടെ ഈ 500 കോടി എന്ന മലയാള സിനിമയുടെ സ്വപ്നം വീണ്ടും കാണുക. കാരണം ഇത്ര പെട്ടെന്ന് 200 കോടിയൊക്കെ ടച്ച് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു മലയാള സിനിമ 500 കോടി ടച്ച് ചെയ്യണം എന്നുള്ളത്. അത് നിശ്ചയമായിട്ടും ഈ ചിത്രത്തിലൂടെ സാധിക്കുമെന്ന് ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു. പ്രതീക്ഷകളൊക്കെ കൂടുന്നു കേട്ടോ. കാരണം തിയേറ്റർ കളക്ഷൻ കൂടി ആയിരിക്കും മാത്രമായ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം OTT അവകാശം വിൽക്കാനുണ്ട്, അതുപോലെ തന്നെ സാറ്റലൈറ്റ് അവകാശം വിൽക്കാനുണ്ട്, മിക്കവാറും പല റൈറ്റ്സുകളും വിൽക്കാനുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഓടെ ഉള്ള ബിസിനസ് 500 കോടി എത്തും എന്നുള്ളതാണ്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കും, ഇതുപോലെ 500 കോടി കിട്ടിക്കഴിഞ്ഞാൽ നിർമ്മാതാവിനൊന്നും കിട്ടത്തില്ലല്ലോ എന്ന്. പക്ഷേ OTT റൈറ്റ്സിൽ നിന്ന് കിട്ടുന്നതും സാറ്റലൈറ്റ് കിട്ടുന്നതൊക്കെ കൃത്യമായിട്ട് അത് അവരുടെ കയ്യിൽ തന്നെ കിട്ടും. അത് തിയേറ്ററുകാർക്ക് കൊടുക്കുകയും മറ്റേതൊന്നുമില്ല. തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന തുകയുടെ ഇത്ര % തിയേറ്ററുകാർക്കും അങ്ങനെയാണ് പോകുന്നതിൻ്റെ കണക്ക്. ടാക്സ് പോകുന്നുണ്ട്, പിന്നെ ഇതിലേക്ക് ടാക്സ് വെട്ടി നടക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നിർമ്മാതാക്കൾക്കെല്ലാം നഷ്ടത്തിലാണ് ഈ സിനിമാ വ്യവസായം പോകുന്നതെങ്കിൽ മുക്കിന് 200 ചില്ല, എല്ലാ കൊല്ലവും 200 ചില്ലാനം സിനിമകളാണ് പുതിയ പുതിയ നിർമ്മാതാക്കളാണ് വരുന്നത്. അപ്പം അങ്ങനെ പോകത്തില്ലല്ലോ. ഇതിലേതെങ്കിലുമൊക്കെ കാണും, ഇവർ പുറത്ത് പറയുന്ന പോലെ ആയിരിക്കത്തില്ല അകത്ത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പം ഇതിൻ്റെ കൃത്യമായിട്ട് വിവരങ്ങളും ഇതുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വീഡിയോയുമായിട്ട് എത്താം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം കേട്ടോ. ഓക്കെ, ബൈ.